ഹായ് നമസ്കാരം. ഞാൻ നിഷാദാണ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ടോപ്പിക് EPS അതുപോലെ തന്നെ അഡ്ജസ്റ്റഡ് EPS ആണ്. അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ അതിന്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഈ ഒരു ഇതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ്സ് മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. അതെല്ലാം അതൊക്കെ അറിയുന്ന ആളുകൾ ഞാൻ ഇതിന്റെ ടൈം സ്ലാപ്പ് ഇതിന്റെ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന ഭാഗത്താണ് നമ്മൾ ഇതിന്റെ PYQ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യാം. അപ്പൊ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു ബേസിക് കൺസെപ്റ്റ് ഒന്ന് പറയാം. അത് വേണ്ടാത്ത ആളുകൾ പെട്ടെന്ന് അവസാനത്തേക്ക് അടിച്ചു വിട്ടു പോയിക്കോളിട്ടോ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, ബേസിക് EPS ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് EPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് EPS ഉണ്ട്, ബേസിക്, ഡൈല്യൂട്ടഡ്. അത് എന്താണ് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം EPS എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ഫുള്ള് ഏണിംഗ് പെർ ഷെയർ എന്നാണ്. ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ കാണാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടി ഇതിനെ പയസ് വേഴ്സ് ഡിവൈഡ് ബൈ വെയിൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. പയസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പ്രോഫിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഏത് പ്രോഫിറ്റ് ആണോ, ആ പ്രോഫിറ്റിനാണ് നമ്മൾ പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം ഒരു കമ്പനിക്ക് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും. ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ടാക്സ് കൊടുക്കും. അതിനാണ് നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് വിളിക്കുക. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിന് പ്രിഫറൻസ് ഡിവിഡൻഡ് കുറക്കണം. അത് കുറച്ചിട്ട് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രോഫിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ആ പ്രോഫിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഏത് പ്രോഫിറ്റ് ആണ് നമുക്ക് വേണ്ടത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള പ്രോഫിറ്റ് ആണ്. നിങ്ങൾക്ക് വീഡിയോ സ്പീഡായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ പ്ലേ ബാക്ക് ഓപ്ഷൻ എടുത്തിട്ട് 0.75 അങ്ങനെയൊക്കെയുള്ള അതിലേക്ക് പോകട്ടോ. നമ്മൾ സ്പീഡ് അവസാന ക്ലാസ് അല്ല, അതായത് എക്സാമിനോട് അടുത്തുള്ള ക്ലാസ് അല്ല, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറയുന്നത്. ഇനി വെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വെയിൻസ് എന്ന് പറഞ്ഞാൽ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് അല്ല, ഇക്വിറ്റി ഷെയർസ് ആണ്. അത് ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. ഇക്വിറ്റി ഷെയർ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെറുതാക്കിയിട്ടുള്ളത് കേട്ടോ. വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, ഇത് കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് പയസ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഒരു കമ്പനിന്റെ പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് അല്ല. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് കുറക്കും. അതിന് നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് വിളിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യും, പ്രിഫറൻസ് ഡിവിഡൻഡ് കുറക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം. ഇനി വെയിൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സിമ്പിൾ ആയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ വെയിൻസിലേക്ക് പോവാണ്. വെയിൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അതിന് വേണ്ടി ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കുക. ഈ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ്. 1/4/2022 കമ്പനിന്റെ അടുത്ത് എത്ര ഷെയർ ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർ 1,00,000 ഷെയർ ഉണ്ട്. കമ്പനി 30/6, അതായത് ജൂൺ മാസം അവസാന ദിവസം നമ്മൾ പുതിയൊരു ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, 50,000 ഷെയർ. കമ്പനി 1/9/2022 വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, 15,000. പിന്നെ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് 1/4/2022 എത്ര ഷെയർ ആളുകൾ ഹെൽഡ് ചെയ്തിട്ടുണ്ടോ ആ ഷെയറിന് 1:1. അതായത് ഇത് പുതിയ ഷെയറിന് കൊടുത്തിട്ടില്ല, ഇതൊരു ഡേറ്റ് ഫിക്സ് ചെയ്തു, ആ ഡേറ്റിലുള്ള ഷെയറിനെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത് 1,00,000 ആയത്. അതല്ല മറ്റ് നിലവിലുള്ള എല്ലാത്തിനും ആയിരുന്നെങ്കിൽ 1,60,50,000 വരും. ഇത് ഞാൻ കാൽക്കുലേഷൻ ഒന്ന് പെട്ടെന്ന് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അന്ന് ഹെൽഡ് ചെയ്തതിന് എന്ത് ചെയ്യണോ, കൊടുക്കണുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ലാസ്റ്റ് ബൈബാക്ക്, കമ്പനി കുറച്ച് ഷെയർ തിരിച്ചു വാങ്ങിയിട്ടുണ്ട്, 24,000 ഷെയർ. ഇത്രയാണ് ഡീറ്റെയിൽ. അപ്പൊ ഇതിനെങ്ങനെ വെയിൻസ് കാണുക എന്നുള്ളതാണ്. വെയിൻസ് കാണുന്നത് എങ്ങനെ, വെയിൻസ് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർ. വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർ അല്ല എന്നുണ്ടെങ്കിൽ 31/3/2023 കമ്പനിയുടെ കയ്യിൽ എത്ര ഷെയർ ഉണ്ട്, വെയിൻസ് അല്ലാതെ നോക്കുക. 1,50,000, 1,60,50,000. 1,60,50,000 ഇവിടെ വന്നു, അതിലേക്ക് 1,00,000 കൂട്ടി 2,60,60,000. ഈ 2,60,60,000 24,000 കുറച്ച് എത്ര കിട്ടുന്നത്, അതാണ് കമ്പനിന്റെ അടുത്തുള്ള വെയ്റ്റഡ് ആവറേജ് നമ്പർ, അല്ല സോറി, സാധാ നമ്പർ ഓഫ് ഷെയർ. പക്ഷെ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ എത്രയാണ്, 2,60,60,000 മൈനസ് 24,000 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക, 2,41,000 നമ്പർ ഓഫ് ഷെയർ ആണ് കമ്പനിന്റെ കയ്യിലുള്ള ആക്ച്വൽ നമ്പർ, കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള ആക്ച്വൽ നമ്പർ ഓഫ് ഷെയർ. പബ്ലിക്കിന്റെ അടുത്തുള്ള ഷെയർ കേട്ടോ, പബ്ലിക്കിന്റെ അടുത്തുള്ള ഷെയർ ഇത്രയാണ്. അത് പെട്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതെങ്ങനെ വെയിൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, പെട്ടെന്ന് സ്പീഡാക്കി നമുക്ക് പറഞ്ഞു പോകാം. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പെട്ടെന്ന് കിടക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്പർ ഓഫ് ഷെയർ, ഈ 1,00,000 ഷെയർ നമ്മളുടെ എത്ര കാലം ഉണ്ട്, ഈ 1,00,000 ഷെയർ 12 മാസം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 12/12 ചെയ്യേണ്ടതില്ല, പക്ഷെ കാൽക്കുലേഷൻ എളുപ്പമാകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് 1,00,000.
ഓക്കെ. എന്നാൽ നോക്കുക, ഈ 50,000 ഷെയർ എത്ര മാസം നമ്മുടെ കയ്യിലുള്ളത്? ജൂൺ 30 നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പൊ ജൂണിലില്ല. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. എത്ര മാസം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. 9 മാസം. ഇനി നേരെ വർഷങ്ങൾ ഇങ്ങനെ എന്തിച്ചു നോക്കി, ഏപ്രിലും മെയ്യും ജൂണും ഇല്ല. അപ്പൊ പിന്നെ ബാക്കി 12 മാസത്തിൽ 3 കുറച്ച് അങ്ങനെ കിട്ടുമല്ലോ. അപ്പൊ 9 മാസം കയ്യിലുണ്ട്. അപ്പൊ 50,000 × 9/12 ചെയ്ത് 37,500. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ സ്പീഡ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ബ്ലാക്ക് ബാഗ് ഓപ്ഷൻ എന്ത് ചെയ്യാം, ഒന്ന് കുറച്ചിട്ട് കാണാം കേട്ടോ. ഇനി 1/9/2022 കമ്പനി വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്തു. എത്ര ഷെയർ? 15,000 ഷെയർ. അതെങ്ങനെയാണോ കാണുക? അത് കാണുക, അതും ഇതേപോലെ എത്ര മാസം ഉപയോഗിച്ചത്? 1/9 സെപ്റ്റംബർ 1 കയ്യിലുണ്ട് അല്ലെ? സെപ്റ്റംബർ 1. അപ്പൊ സെപ്റ്റംബറിലുണ്ട്, ഇവിടെ നോക്കുക, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. എത്ര മാസം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 മാസം ഉണ്ട്. 7/12 ചെയ്തു 8,750. ഇനി ബോണസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ബോണസ് ഷെയർ എന്ന കമ്പനി ഏതാണ്? അത് 1/4/2 ക്വസ്റ്റ്യന് ഇവിടെ അത് ടൈപ്പ് ചെയ്തില്ല അല്ലെ? അതായത് 1/4/22 കയ്യിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാണ്, അന്ന് എത്ര ഷെയർ ഉള്ളത് അതാണ് അതിന് 1:1 ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഷെയർ ഉള്ളവർക്ക് ഒരു ഷെയർ. അഥവാ അന്ന് 1 ലക്ഷം അല്ലേ ഷെയർ ഉള്ളത്, ക്വസ്റ്റ്യനിൽ 1/4 ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ അപ്പുറത്തേക്ക് ടൈപ്പ് ചെയ്ത് വന്നിട്ടില്ല കേട്ടോ, ശ്രദ്ധിക്കുക. ഓക്കെ, 1 ലക്ഷം ഷെയർ. അപ്പൊ 1 ലക്ഷം ഷെയറിന് നമ്മൾ എന്ത് ചെയ്യാണ്, വെയിൻസ് കാണാം. ഇവിടെ നോക്ക്, ഒക്ടോബറിലാണെങ്കിൽ പോലും നമ്മൾ ഇവിടെ 12/12 ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് തെറ്റിപ്പോയതല്ല, ടൈപ്പ് ചെയ്തത് തെറ്റിയതല്ല. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇതിന് കമ്പനിക്ക് ഒരു റിസോഴ്സും വരുന്നില്ല, എമൗണ്ട് ഒന്നും വരുന്നില്ല, വെറുതെ ഷെയർ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എന്തെന്നെ കാൽക്കുലേറ്റ് ചെയ്യും, ആ വർഷത്തിന്റെ ആദ്യത്തിൽ തന്നെ കൊടുത്തതായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, 1 ലക്ഷം ഷെയർ വന്നിട്ടുണ്ട്. പിന്നെ ബൈബാക്ക് അവിടെ ശ്രദ്ധിക്കുക, ഡേറ്റ് ഇയർ അവിടെ മാറ്റർ അല്ല ബോണസിന്റെ കാര്യത്തിൽ. ഇനി ബൈബാക്ക് നോക്കുക, ബൈബാക്ക് 24,000 ഷെയർ ഉണ്ട്. 24,000 ഷെയർ എത്ര മാസ? ജനുവരി 31. അപ്പൊ ഫെബ്രുവരി മാർച്ചും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് നെഗറ്റീവിൽ ഇട്ടത്. 2 മാസം നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് 20 ഉള്ളതിനെ നമ്മൾ ഇങ്ങനെ കൂട്ടിയത്. അപ്പൊ ഇല്ലാത്തതിന് ഇതേ കാൽക്കുലേഷൻ നടത്താൻ നെഗറ്റീവിൽ എഴുതുക, അത് പ്രത്യേകം ഓർക്കാം. അപ്പൊ 24,000 ഡിവൈഡ് ബൈ 12 × 2 അല്ലെങ്കിൽ × 2 ഡിവൈഡ് ബൈ 12 എങ്ങനെ ചെയ്താലും 2,000 കുറച്ചു. ലാസ്റ്റ് നമ്മുടെ കയ്യിൽ എത്ര ഷെയർ ഉണ്ട്? ഇതാണ് വെയിൻസ്. ആക്ച്വലി നമ്മുടെ കയ്യിൽ എത്ര ഷെയർ ഉള്ളത്? 2,41,000 ഷെയർ ആണ് അല്ലെ? അങ്ങനല്ലേ ഉള്ളത്. പക്ഷെ ഇവിടെ എത്ര ഷെയർ ഉള്ളത്? 2 ലക്ഷം. ഈ വെയിൻസ് ആയി വന്നപ്പോ 2,44,250 ഷെയർ ഉണ്ട്. അതാണ് രണ്ടും തമ്മിലുള്ള മാറ്റം. ആക്ച്വലി എത്ര ഷെയർ ക്ലോസിംഗിലുള്ളൂ? 2,41,000 ഉള്ളൂ. അത് 24,000 എത്ര കിട്ടിയിട്ടുള്ളൂ? 2,000 കുറച്ചിട്ടുള്ളൂ. ഇവിടെ 24,000 കുറച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ആ വെയിൻസിന്റെ കാൽക്കുലേഷൻ ജസ്റ്റ് നിങ്ങൾ മനസ്സിലുണ്ടാവുക. ഇനി നമ്മൾ ബാക്കി നമ്മുടെ ഒരു സാധാ ഒരു ക്വസ്റ്റ്യൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. സാധാ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഇത് 30/9/2020 കമ്പനിന്റെ അടുത്ത് എന്തുണ്ട്? കമ്പനി ഒരു ഫുൾ മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷ്യൂ 1 ലക്ഷം ഷെയർസ്, ഒരു നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കമ്പനി അതിന്റെ അക്കൗണ്ടിങ് ഇയർ എങ്ങനെ? കലണ്ടർ ഇയർ ആണ്. 1/1 ഇത്, അതായത് 2019 to 31/12. ഇങ്ങനെയാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ, കമ്പനി അക്കൗണ്ടിങ് ഇയർ അങ്ങനെ കാണിക്കണമെന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. 2019 കമ്പനിയുടെ അടുത്ത് എത്ര ഷെയർ ഉണ്ട്? 8 ലക്ഷം ഷെയർ ഉണ്ട്. 2019 ഡിവിഡൻഡ് കഴിഞ്ഞിട്ടുള്ള ടാക്സ്, അതായത് ഇത് എന്ത് ഡിവിഡൻഡാ? ഇത് പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ് കേട്ടോ. ഡിവിഡൻഡ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഫിറ്റ് എത്ര? ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിവിഡൻഡ് പറഞ്ഞാൽ പ്രിഫറൻസ് ഡിവിഡൻഡ് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് എത്ര? 32,80,000. 2020 വന്നപ്പം കമ്പനി ഓൾറെഡി സെപ്റ്റംബർ 30 എത്ര ഷെയർ ഇഷ്യൂ ചെയ്തിരുന്നു? 1 lakh ഷെയർ ഇഷ്യൂ ചെയ്തിരുന്നു. അത് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് കമ്പനിന്റെ അടുത്ത് 9 ലക്ഷം ഷെയർ ആയത്. ഓക്കെ, അപ്പൊ നമ്മളോട് അതിന്റെ പ്രോഫിറ്റ് എത്ര ഉണ്ട്? 33 ലക്ഷം ഉണ്ട്. നമ്മളോട് 2020 EPS അതുപോലെ തന്നെ 2019 EPS കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? പയസ് ഡിവൈഡ് ബൈ വെയിൻസ്. 2018 2019 പ്രത്യേകിച്ച് ഒരു കാൽക്കുലേഷൻ ഇല്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കുക, ഈ ഇക്വേഷൻ ഒക്കെ ഒന്ന് എഴുതി വെക്കുക. ഇവിടെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ എന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എങ്ങനെ ചെയ്യാം? ആദ്യം ഞാൻ 2019 EPS ആണ് കാണുന്നത്. പയസ് എത്ര?
ക്വസ്റ്റ്യനിൽ 32,80,000 തന്നിട്ടുണ്ട്. കണ്ടില്ല നിങ്ങൾ ക്വസ്റ്റ്യനിൽ കണ്ടില്ലടോ? 32,80,000 അത് നമ്മൾ എഴുതി. വെയിൻസ് എത്ര 2019 8 ലക്ഷം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പയസ് ഡിവൈഡ് ബൈ വെയിൻസ് ചെയ്തപ്പോ 4.1 എന്ത് കിട്ടിയത്, EPS ബേസിക് EPS കിട്ടി. 2 മാർക്കിന് ഈ ബേസിക് EPSന്റെ ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ, അതും പ്രത്യേകം ഓർക്കുക. ഇനി ബേസിക് EPS 2020 ചെയ്യാം. 2020 ചെയ്യുമ്പോൾ ഇവിടെ പയസ് എത്ര 32 ലക്ഷമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പയസ് എത്ര 33 ലക്ഷമാണ് കേട്ടോ. 33 ലക്ഷമാണ്. ടൈപ്പ് ചെയ്തത് മാറിപ്പോയതാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എത്രയാണ് 33 ലക്ഷം. 33 ലക്ഷം കാണുന്നുണ്ടല്ലോ, 33 ലക്ഷം. ഓക്കെ, നമ്മുടെ അടുത്ത് വെയിൻസ് എത്ര, വെയിൻസ് നോക്കുക. ഇതിൽ 8 ലക്ഷം നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഓൾറെഡി ഉള്ള ഷെയർ ആണ്. ഇതിന് ഇൻറ്റു 12 ഡിവൈഡ് ബൈ 12 ചെയ്താൽ 8 ലക്ഷം തന്നെ കിട്ടും. എന്നാൽ 1 ലക്ഷം അഡീഷണൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്ക്, 1 ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്തെന്ന 30/9/2020 അപ്പൊ അത് എത്ര കാലം നമ്മൾ എടുത്തിട്ടുണ്ട്? 30/9 പറഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസേ ഉള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക, ഇതിന് 8 ലക്ഷം തന്നെ വന്നു. ഇനി 1 ലക്ഷം ഇൻറ്റു 3 ഡിവൈഡ് ബൈ 12 അപ്പൊ എത്ര വരും? ആ എമൗണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, എടുക്കുക. അങ്ങനെയാണ് നമുക്ക് ഞാൻ ഈ ഒരു കാൽക്കുലേഷൻ കൊടുത്തത്. 8 ലക്ഷം ഇൻറ്റു 12 ഡിവൈഡ് ബൈ 12 ഇവിടെ ഇങ്ങനെയും വന്നു. അപ്പൊ ഇവിടെ 9 ലക്ഷം അല്ല ആൻസർ വരിക. ഇവിടെ എത്ര ആൻസർ വരിക? ഇവിടെ ആൻസർ വരിക നോക്കുക, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8,25,000 ആണ് കേട്ടോ വരിക. 8,25,000 8,25,000 ആണ് വരിക. ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്യട്ടെ. 1 ലക്ഷം ഇൻറ്റു 25,000 ആണ്. 9 ലക്ഷം അല്ല, 8,25,000. എന്നിട്ട് നമ്മൾ നോക്കുക, നമ്മുടെ ഈ ഇതെന്താണ് 33 ലക്ഷം അല്ലേ? അപ്പൊ 33 ലക്ഷമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, EPS കാണേണ്ടത്. ഇതൊക്കെ ടൈപ്പിങ്ങിൽ മാറിപ്പോയിന്, സ്പീഡിൽ ചെയ്തതാണ്, അതിന്റെ പ്രശ്നമാണ്. നമ്മുടെ EPS കാണുക, വെയിൻസ് 33 ലക്ഷം അല്ലേ നമ്മുടെ പ്രോഫിറ്റ് ഇടോ. ആ 33 ലക്ഷം ഡിവൈഡ് ബൈ 8,25,000 8,25,000 അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. 33 ലക്ഷം ഡിവൈഡഡ് ബൈ 8,25,000 എത്ര വരുന്നത്? 4 വരുന്നത് കേട്ടോ. ഓക്കെ, ഇതെന്താ വെച്ചാ പലതും ഇവിടുത്തെ കോപ്പി പേസ്റ്റ് ആണ്, അതിന്റെ പ്രശ്നമാണ്. 4 വരിക. നിങ്ങൾ അതും അതിനനുസരിച്ച് മാറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കണേ. 33 ലക്ഷം ഇതെങ്ങനെ 8,25,000 എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നത്. 4 എന്നാണ്. ഇത്രയാണ് നമ്മുടെ മെയിൻ ഏരിയ കേട്ടോ. ഇനി നമ്മളിപ്പോ എത്ര മിനിറ്റ് ആയിട്ടോ ക്ലാസ്? 12 മിനിറ്റ് ആയില്ലേ? നമുക്ക് പ്രീവിയസ് ഇയറിന്റെ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കാം. ഇത് ബോണസും എല്ലാം കൂടെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അഡ്ജസ്റ്റഡ് EPSും കൂടെ ഉണ്ട്. അഡ്ജസ്റ്റഡ് EPS എന്താണ്, അതിന്റെ ഭാഗത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് നോക്കുക. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എത്രയാണ്? നെറ്റ് പ്രോഫിറ്റ് 2010 നെറ്റ് പ്രോഫിറ്റ് 18 ലക്ഷം. അത് മനസ്സിലുണ്ടാവുക. നെറ്റ് പ്രോഫിറ്റ് 2010 പ്രോഫിറ്റ് എത്ര? 18 ലക്ഷം. 2011 പ്രോഫിറ്റ് എത്രയാണോ? 60 ലക്ഷം. എത്രയാണ്? 60 ലക്ഷം. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ 30/9/2010 വരെ നമ്മുടെ അടുത്തുള്ള ഇക്വിറ്റി ഷെയർ എത്രയാണോ? 20 ലക്ഷമാണ്. എന്നാല് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? 1/10/2011 ഇത് ഡേറ്റ് 2010 ആണ്, ഇത് 11 ആണ്. കമ്പനി എന്ത് ചെയ്തു? 2:1, അതായത് 2 ഷെയർ, ഒരു ഷെയർ ഉള്ള ആൾക്ക് 2 ഷെയർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തു. അങ്ങനെ ആവുമ്പോൾ EPS കാണുക, അതേപോലെ തന്നെ അഡ്ജസ്റ്റഡ് EPS കാണുക. EPS ഏത് വർഷത്തിന്റെ? 2011 EPS കാണുക. അതുപോലെ തന്നെ 2010 അഡ്ജസ്റ്റഡ് EPS കാണുക. അതായത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിരുന്നെങ്കിൽ മുന്നത്തെ വർഷത്തെ, അതായത് 2011 ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തത്, മുന്നത്തെ വർഷത്തെ EPS ബേസിക് EPSൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തണം. ആ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന EPSനെയാണ് അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ ഡയല്യൂട്ടഡ് EPS എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. അതെങ്ങനെ ചെയ്യാന്ന് നമ്മൾ പെട്ടെന്നൊന്ന് കാണാം കേട്ടോ. ഓക്കെ, സ്പീഡായിട്ട് പെട്ടെന്ന് കാണാം. എന്തൊക്കെ ഡാറ്റ നിങ്ങളെ മനസ്സിലുണ്ടാവണം. 2010 എത്രയാണ് പ്രോഫിറ്റ്? 18 ലക്ഷമാണ്. 2011 പ്രോഫിറ്റ് എത്ര? 60 ലക്ഷമാണ്. ഇക്വിറ്റി ഷെയർ കമ്പനിന്റെ അടുത്ത് എത്ര ഉണ്ട്? 30/9/2010 വരെ, ഇതുവരെ എന്താണ് കമ്പനിന്റെ അടുത്ത് 20 ലക്ഷം ഉണ്ട്.
ഓക്കെ. 1/10/2011 വരെ പിന്നെ കമ്പനി എന്ത് ചെയ്തു, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന 2011 അത് മനസ്സിലാക്കിയിരിക്കുക. എനിക്ക് എന്താ ക്വസ്റ്റ്യനിൽ എനിക്ക് തോന്നുന്നത് 2011 വരെ എന്നാണ് തോന്നുന്നു കേട്ടോ. ഞാനൊന്ന് ക്വസ്റ്റ്യൻ ഒരു ജസ്റ്റ് മിനിറ്റ്, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഓക്കെ, അത് 2010 തന്നെയാണ്, 2011 എന്നല്ല. ഞാൻ ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂഷൻ വന്നു, അങ്ങനെ നോക്കിയതാണ്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുക, കമ്പനീന്റെ അടുത്തുള്ള ഷെയർ എത്രയാണ് ഉള്ളത്, ഈ ഒരു ഡേറ്റ് വരെ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർ 70 ലക്ഷമാണ്. പിന്നെ കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണത് എന്താ, 1/10/2011. അതിലൊന്നും മാറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. 20 ലക്ഷം ഷെയർ ഉണ്ടായിരുന്നത്, ഒരു ഷെയറിന് 2 ഷെയർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതാണ് 2:1 എന്ന് പറഞ്ഞിട്ടുള്ളത്. EPS ബേസിക് EPS കാണാം. ഈ ബേസിക് EPS അഡ്ജസ്റ്റഡ് EPS ഒക്കെ കാണണം. അഡ്ജസ്റ്റഡ് EPS എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു, ഇപ്പൊ 2010 എന്ന് പറഞ്ഞ ഇയറും ഇവിടെ ഉണ്ട്, 2011 എന്ന വർഷം ഉണ്ട്. 2011 ബോണസ് ഇഷ്യൂ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2011 ബോണസ് ഇഷ്യൂ വന്നുകൊണ്ട് 2010 EPS, സാധാ EPSനെ ഈ ബോണസ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തണം. അതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റഡ് EPS എന്ന് പറയാം. അതെങ്ങനെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യനിലുള്ള ഡാറ്റകളൊക്കെ ഒന്ന് എടുക്കുക. ഒന്നാമത്തത് 2010 പ്രോഫിറ്റ് എത്ര, 18 ലക്ഷം ക്വസ്റ്റ്യൻ ഉണ്ട്. 2011 പ്രോഫിറ്റ് എത്രയാണോ, 60 ലക്ഷം, അതും നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. 30/10/2010 വരെയുള്ള 2010 എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളെങ്കിലും 30/9/2010 വരെ നമ്മുടെ അടുത്ത് 20 ലക്ഷം ഇക്വിറ്റി ഷെയർ ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ, അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യനിൽ ഉള്ളത്. പക്ഷേ എന്നാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണേ, 1/10/2011. അപ്പൊ ഈ ഗ്യാപ്പിന്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഷെയർ അധികം വന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ, ഇല്ല. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, 30/9/2011 വരെ നമ്മുടെ അടുത്തുള്ള ഷെയർ എന്തെന്നെയാണ്, 20 ലക്ഷം തന്നെയാണ്. പക്ഷെ 1/10 മുതൽ നമുക്ക് ഒരു ഷെയർ ഉള്ളവന് 2 ഷെയർ കൊടുക്കുകയാണ്. ആ ഒരു പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 20 ലക്ഷം ഷെയർ ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ബോണസ് ഇഷ്യൂ ഷെയർ എത്രയാണ്, 20 ലക്ഷം ഷെയറിന് 2 ഷെയർ വെച്ചിട്ട് 40 ലക്ഷം ബോണസ് ഷെയർ ഉണ്ട്. ഇനി മനസ്സിലാക്കുക, EPS ആണ് നമ്മൾ കാണുന്നത്. 2011 EPS കാണാൻ എന്താണോ മാർഗം, 2011 60 ലക്ഷം അല്ലെ, ഞാൻ പറഞ്ഞു ഇതെന്താ 20 ലക്ഷം എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ തുടക്കത്തിലുള്ള ഇക്വിറ്റി ഷെയർ. 40 ലക്ഷം എന്താ, ബോണസ് വന്നിട്ടുള്ളതാ. ബോണസ് വരുമ്പോ പകുതിക്കലാണെങ്കിലും നമ്മൾ പിന്നെ വെയിൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പകുതി ആയതുകൊണ്ട് ഇത്ര 6 മാസം അല്ലെങ്കിൽ 9 മാസം 9/12 ചെയ്യണോ, അതിനു വേണ്ടി ആ വെയിൻസിന്റെ കാൽക്കുലേഷൻ ഞാൻ എടുത്തിരുന്നത്. ബോണസ് ഉണ്ടെങ്കിൽ ആ ഒരു സാധനം ചെയ്യാൻ പാടില്ല. അപ്പൊ നോക്ക്, 2011 EPS എത്രയാണോ, 2011 EPS 60 ലക്ഷം ഡിവൈഡ് ബൈ 60 എന്ന് പറഞ്ഞിട്ട് എത്രയാണ്, 60 ലക്ഷം ഡിവൈഡ് ബൈ 60 എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത്. അത് പോയിന്റ് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കണേ. അതുപോലെ തന്നെ ഇനി 2010 അഡ്ജസ്റ്റഡ് EPS ആണ് നമ്മളിപ്പോ കാണുന്നത്, അഡ്ജസ്റ്റഡ് EPS. പക്ഷെ ഞാൻ 2010 ബേസിക് EPS ഒന്ന് നമ്മൾ നോക്കാം. 2010 ബേസിക് EPS ആദ്യം ഒന്ന് കാണാം. 2010 പ്രോഫിറ്റ് എത്ര, 18 ലക്ഷം. 2010 എത്ര ഇക്വിറ്റി ഷെയർ ഉണ്ട്, 20 ലക്ഷം ആണ്. കാരണം എന്താ, ബോണസ് ഇഷ്യൂ ചെയ്തിട്ടില്ല ആ സമയത്ത്. അപ്പൊ നമ്മൾ 18 ലക്ഷം ഡിവൈഡ് ബൈ 20 ലക്ഷം ചെയ്യുമ്പോൾ എത്രയാണോ നമുക്ക് ആൻസർ കിട്ടുക, അതാണ് 2010 ബേസിക് EPS അന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണ്, 18 ലക്ഷം ഡിവൈഡഡ് ബൈ 20 എന്ന് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന 0.9 ആണ്. പക്ഷേ ബോണസ് ഷെയറിന്റെ കേസിൽ നമ്മൾ അഡ്ജസ്റ്റഡ് EPS കാണണം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ഇവിടെ 60 ലക്ഷം ഉണ്ടായിട്ട് നമുക്ക് 1 രൂപയാണ് എന്ത് ചെയ്യുന്നത്, EPS വരുന്നത്. പക്ഷെ ഈ 40 ലക്ഷം അധികം ഷെയർ വന്നതുകൊണ്ട് കമ്പനിക്ക് എന്തെങ്കിലും റിസോഴ്സ് വന്നോ, ഇല്ല. അതുകൊണ്ട് ഈ ബേസിക് EPS 2010 ബേസിക് EPS വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് വെച്ച് കമ്പനി കമ്പയർ ചെയ്യാൻ പറ്റൂല. ഈ 18 ലക്ഷം ഡിവൈഡ് ബൈ 20 നമ്മൾ ഇനി ഈ വർഷത്തെ EPS എത്രയാണോ, ഈ EPS നമ്മൾ 60 ലക്ഷത്തിന് 60 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഈ അധികം വന്ന 40 ലക്ഷത്തിന്റെ കാരണത്താൽ കമ്പനിക്ക് എന്തെങ്കിലും അധികം റിസോഴ്സ് വന്നോ, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തതിന്റെ പേരിൽ കമ്പനിക്ക്